ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനൊരു പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ മുട്ടപ്പത്തിരി എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ ഗീ എന്നുള്ള കണക്കിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അജ്വൈൻ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു ഹാർഡ് ഡോ ആക്കിയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം. പക്ഷെ സോഫ്റ്റ് അല്ല, ഒരു ഹാർഡായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പുഴുങ്ങിയ പൊട്ടറ്റോ ആണ്. നമുക്ക് ആ പൊട്ടറ്റോനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഫില്ലിങ്ങിൻ്റെ മിക്സ് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത എഗ്ഗ് വേണം. അപ്പോൾ ഞാൻ ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഞാൻ എഗ്ഗ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവിനെ 2 ഈക്വൽ പാർട്ടാക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഒന്നങ്ങ് മാറ്റി വെച്ചിട്ട് മറ്റേത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഒരു ചപ്പാത്തിയുടെ കനത്തിൽ നമുക്കിതിനെ പരത്തിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതിനെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി മറ്റേ ബോളും നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതും ഞാനിതാ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോൻ്റെ ഫില്ലിങ് 1 ടേബിൾ സ്പൂൺ വീതം വെച്ച് കൊടുക്കാം. അതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള എഗ്ഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഗ്യാപ്പിലും നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആദ്യം പരത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ചപ്പാത്തി വെച്ചിട്ട് ഇതിനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം. നമുക്ക് നമ്മുടെ ആ ഫില്ലിങ്ങിൻ്റെ മുകളിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അരികൊക്കെ നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
എല്ലാതും ഞാനിതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് വെച്ചിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ഗ്ലാസ്സോ കുഞ്ഞ ബൗളോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്താണ് മെല്ലെ നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ അരികൊക്കെ നമുക്കൊന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിന് നല്ലൊരു ഷേപ്പും കിട്ടും. എന്നിട്ട് ഇതിനെ ചെറുതായിട്ട് പൊടി തൂവിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ അങ്ങ് പൊരിച്ചെടുത്താൽ മതി. ഒരു ഭാഗം ഒന്ന് ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിനെ മറിച്ച് വെച്ച് കൊടുക്കാം. ഇനി രണ്ട് ഭാഗം ഇതുപോലൊരു ഗോൾഡൻ കളർ ആയാലും നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.